IPL-ൽ ആദ്യ 6 മത്സരം കഴിഞ്ഞപ്പോൾ ഒരു ജയം പോലും ഇല്ലാതെ ഏറ്റവും പിന്നിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. പഞ്ചാബിനെതിരായ മത്സരത്തിൽ മഴ കളി മുടക്കിയപ്പോൾ ലഭിച്ച ഏക പോയിന്റ് മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. താരങ്ങളും പരിക്കും ടീമിനുള്ളിൽ തന്നെയുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളും ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും പരിശീലകൻ അഭിഷേക് നായരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുമെല്ലാം ടീമിനെ ആകെ വലച്ചു. ഒരു ഘട്ടത്തിൽ ഒരു ജയം പോലും ഇല്ലാതെ മുൻ ചാമ്പ്യന്മാർ സീസൺ അവസാനിപ്പിക്കുമോ എന്ന് പോലും ആരാധകർ ആശങ്കപ്പെട്ടു. എന്നാൽ പയ്യെ ടീം കയറി. ആദ്യ 6 മത്സരങ്ങളിൽ ഒറ്റ ജയം പോലും ഇല്ലാതെ വെറും 1 പോയിന്റുമായി 10ാം സ്ഥാനത്ത് നിന്ന ടീം 10 റൗണ്ടായപ്പോഴേക്ക് വൻ കുതിച്ചുചാട്ടം നടത്തി. തുടരെ 4 കളി തുടർച്ചയായി ജയിച്ചുകൊണ്ടാണ് ചത്തിട്ടില്ലട എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നടത്തിയത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും തോൽപ്പിച്ചതോടെ കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 10 മത്സരങ്ങളിൽ നിന്ന് 4 ജയം ഉൾപ്പെടെ 9 പോയിന്റ്. ഒരു ജയം പോലും കിട്ടില്ല എന്ന അവസ്ഥയിൽ നിന്ന് പ്ലേ ഓഫ് റേസിലേക്ക് ഒരു വമ്പൻ കടന്നുവരവ്. 16 പോയിന്റാണ് പൊതുവെ പ്ലേ ഓഫിൽ കടക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള മാർക്ക്. 14 പോയിന്റ് നേടി ഒരു സീസണിൽ RCB കയറിയിട്ടുമുണ്ട്. കൊൽക്കത്തയെ സംബന്ധിച്ച് ഇനി 4 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അത് 4ഉം ജയിച്ചാൽ 17 പോയിന്റ് ആകും നേരിട്ട് പ്ലേ ഓഫിലേക്ക്. 4ൽ ഒരു മത്സരം തോറ്റാൽ 15 പോയിന്റ് ആയിരിക്കും കൊൽക്കത്തയ്ക്ക് ഉണ്ടാവുക. അങ്ങനെ വന്നാൽ മറ്റ് ടീമുകളുടെ ബലവും റൺ റേറ്റും നിർണായകമാകും. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഗുജറാത്ത് ടൈറ്റൻസ്, മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കെതിരെയാണ് കൊൽക്കത്തയുടെ ഇനിയുള്ള മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ 4ഉം ജയിക്കുക എന്നത് കൊൽക്കത്തയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. നിലവിൽ തുടരെ 4ഉം ജയിച്ചു നിൽക്കുന്ന ടീമായതുകൊണ്ട് അത് അസാധ്യവുമല്ല. ഫിന്നലന്റെ സെഞ്ചുറിയും ബൗളിംഗ് യൂണിറ്റും ചേർന്നാണ് ഡൽഹിയെ അവരുടെ തട്ടകത്തിൽ കൊൽക്കത്ത കെട്ടുകെട്ടിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 142 റൺസ് മാത്രമാണ് എടുത്തത്. നല്ല തുടക്കമായിരുന്നു ഡൽഹിയുടേത്. പതും നിസംഗയും KL രാഹുലും ചേർന്ന് 5 ഓവറിൽ 49 റൺസിൽ എത്തിച്ചിരുന്നു. രാഹുലിനെ ഗ്രീനിന്റെ കൈകളിൽ എത്തിച്ച് കാർത്തിക് ത്യാഗി ആദ്യ പ്രഹരമേൽപ്പിച്ചു. പിന്നീടെത്തിയ നിതീഷ് റാണയ്ക്കും സമീർ റിസ്വിക്കും ട്രിസ്റ്റൻ സ്റ്റബ്സിനുമൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. പതും നിസംഗ ഒരറ്റത്ത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മടങ്ങി. അശുതോഷ് ശർമ്മയുടെ 39 റൺസ് ഡൽഹിയെ അല്പമെങ്കിലും ഭേദപ്പെട്ട നിലയിലാക്കി. 5ൽ താഴെ ഇക്കോണമിയിൽ പന്തെറിഞ്ഞ് സുനിൽ നരേൻ തന്റെ മിസ്റ്ററിക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്ന് ഈ മത്സരത്തിലും തെളിയിച്ചു. കാർത്തിക് ത്യാഗിയും അനുകുൽ റോയിയും നന്നായി പന്തെറിഞ്ഞു. വിക്കറ്റില്ലെങ്കിലും വരുൺ ചക്രവർത്തി 4 ഓവറിൽ 28 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. പവർ പ്ലേയിൽ ഒരു വിക്കറ്റിന് 55 റൺസ് എന്ന നിലയിലായിരുന്നു ഡൽഹി. എന്നാൽ മിഡിൽ ഓവറിൽ കൊൽക്കത്തയുടെ ബോളർമാർ കളി പിടിച്ചു. 7 മുതൽ 15 വരെയുള്ള ഓവറുകളിൽ വെറും 43 റൺസ് മാത്രമേ വന്നുള്ളൂ. 5ൽ താഴെയായിരുന്നു ആ സമയത്ത് റൺ റേറ്റ്. 4 വിക്കറ്റും പോയി. ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ 5 ഓവർ ഇതിനിടെ പിന്നിടുകയും ചെയ്തു. ചെറിയ ലക്ഷ്യത്തിലേക്ക് തുടക്കം മുതൽ ആഞ്ഞടിച്ച കൊൽക്കത്ത മികച്ച റൺ റേറ്റോടെ ജയിക്കണമെന്ന വാശിയിലായിരുന്നു. 14 ഓവറിൽ അവരത് മറികടക്കുകയും ചെയ്തു. 47 പന്തിൽ സെഞ്ചുറി അടിച്ച ഫിന്നാലന്റെ വെടിക്കെട്ടാണ് വിജയം അനായാസമാക്കിയത്. കാമറൂൺ ഗ്രീൻ പുറത്താവാതെ 33 റൺസ് എടുത്ത് പിന്തുണ നൽകി. 5 ബൗണ്ടറിയെ അലന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിക്സർ അതിന്റെ ഇരട്ടി അടിച്ചു, 10 എണ്ണം. ജയിക്കാൻ 2 റൺസ് വേണമെന്നിരിക്കെ വ്യക്തിഗത സ്കോർ 94-ലായിരുന്നു അലൻ. മുകേഷ് കുമാറിനെ മിഡ് വിക്കറ്റിന് മുകളിലേക്ക് പറത്തി അലൻ ജയവും സെഞ്ചുറിയും സ്റ്റൈലായി തന്നെ ആഘോഷിച്ചു. കൊൽക്കത്തയ്ക്കായി സെഞ്ചുറി നേടുന്ന 4ാമത്തെ മാത്രം താരം. ബ്രണ്ടൻ മക്കല്ലം, വെങ്കിടേഷ് അയ്യർ, സുനിൽ നരേൻ എന്നിവർ മാത്രമാണ് മുൻപ് KKR-നായി സെഞ്ചുറി നേടിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ മികവ് തിരിച്ചെടുത്ത KKR ഫീൽഡിലും പുലികളാണ്. ഡ്രോപ്പ് ക്യാച്ചുകൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഈ സീസണിൽ ക്യാച്ച് എഫിഷ്യൻസിയിൽ മുന്നിൽ നിൽക്കുന്ന ടീം കൊൽക്കത്തയാണ്. 88.6% സീസണിൽ കൊൽക്കത്തയുടെ ക്യാച്ച് എഫിഷ്യൻസി. 2022 സീസൺ തൊട്ടിങ്ങോട്ട് ഫീൽഡിൽ ഒരു ടീമിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ്. അടിവാരമെന്ന് കുറ്റം പറഞ്ഞ ഞാൻ അടക്കമുള്ള വിമർശകരെല്ലാം ഇപ്പോൾ KKR-നായി കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത കുതിപ്പ് തുടരുമോ രഹാനെയും സംഘവും? കാത്തിരുന്നു കാണാം.